പറഞ്ഞേ? അന്ന് അമ്മ എന്താ പറഞ്ഞത്? അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ കുറച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചു. കാരണം ആദ്യമൊക്കെ എനിക്ക് സംഭവം അറിഞ്ഞ ശേഷമാണ് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വരുന്നത്? അല്ലല്ല, ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം അറിയുന്നത്. കാരണം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സഡൻ ഒരു മാറ്റം. കാരണം ഇങ്ങനെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് മിണ്ടാതാവുന്നു. രാത്രിയിൽ ഉറക്കമില്ലാതെ മോളിങ്ങനെ കട്ടിലിൻ്റെ സൈഡിൽ ഒരു പാവയെ പോലെ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 മണിക്കും 2:30ക്കും 3 മണിക്കും ഒക്കെ. ഞാൻ തന്നെ പേടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് സൈഡിൽ കട്ടിലിൻ്റെ സൈഡിൽ ഒരു ഡോള് പോലെ ഒരാളിരിക്കുന്ന പോലെ. അപ്പം ഞാൻ ഇവളോടും പറഞ്ഞിട്ടുണ്ട്, വൈഫിനോടും പറഞ്ഞു എന്താ സംഭവിച്ചത്, നീ ആ കുഞ്ഞിനോട് ചോദിക്കും, ചിലപ്പോൾ നമ്മളെ കാണാൻ വിഷമമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് മകൻ ഇങ്ങനെ പറയുന്നത്. കാരണം മോക്ക് എന്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുക്കിൽ എഴുതുകയും പടം വരയ്ക്കുകയും എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ലെറ്റർ എഴുതുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അന്നേരം ഇവളെ ബുക്കിനകത്ത് കണ്ട് ഇതുകൊണ്ട് തന്നെ മോളിങ്ങനെ എഴുതി വെച്ചിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചാൽ മോൾക്ക് പേടിയാണ്. മോൾക്ക് ഈവൻ എൻ്റെ ഫാദറിനെ ഫേസ് ചെയ്യാൻ പോലും പലപ്പോൾ പേടിയാണ്. പെട്ടെന്ന് കണ്ണൊക്കെ മുകളിലോട്ട് പോവുകയും അദ്ദേഹം ഫ്രണ്ട് വരും. പിന്നെ അദ്ദേഹം തന്നെ പേടിപ്പിക്കുന്ന രീതി കണ്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് റൂമിലേക്ക് കയറി പോകും. പെട്ടെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആൾ, അത് ഞാൻ വളരെ അഡ്മയർ ചെയ്തൊരാളാണ് എൻ്റെ ഫാദർ. അദ്ദേഹം ഈ പെട്ടെന്ന് പുള്ളിലുണ്ടായ സഡൻ ചേഞ്ചസ് അതും എന്നെ വളരെ ഷോക്കാക്കി. പിന്നെ അദ്ദേഹം പറയുന്നത് കുട്ടിയുടെ മാരേജിനെ പറ്റി, ഇവൾ കല്യാണം കഴിച്ചാൽ അവിടെ നിൽക്കില്ല, അങ്ങനെയുള്ള ടോക്കുകളൊക്കെ ആയി. അപ്പോൾ അന്നേരം എനിക്ക് ഡൗട്ടേ ഉള്ളൂ, അദ്ദേഹത്തെ എനിക്ക് അങ്ങനെ ഫുള്ളി ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നിയതായിരിക്കാം. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് മനസ്സിലായി. കുഞ്ഞു പതുക്കെ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ശരിക്കും ഷോക്കായത്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കുറച്ച് ആക്ട് ചെയ്തു, ഞാൻ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ത്രട്ടൻ ചെയ്തു, ഞാനൊരു മിലിറ്ററിക്കാരനാണ്, ഞാനൊരു ബാൻ റെഡി ഒട്ടിക്കും, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പിന്നിൽ ഒരു ആശ്രമമുണ്ട്. അത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ആശ്രമമാണ്. അപ്പോൾ പറഞ്ഞ അവരൊക്കെ ഉണ്ട്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇത് ത്രട്ടൻ ചെയ്തു. നെയ്ബേഴ്സ് കേട്ടു, അവർ ജൂനിയർ പോലീസിനെ വിളിച്ച് പറയാൻ ഒരുങ്ങി. എന്നെ അടിക്കുമെന്ന് പറഞ്ഞു, നിങ്ങളിത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് പിന്മാറുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് എന്നെ അമ്മ ഒരു ദിവസം റൂമിലേക്ക് വിളിച്ചിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഫാദറോടെ സൈഡ് ഇങ്ങനെ ഇരിപ്പുണ്ട്, അത് മിണ്ടുന്നില്ല. എന്നെ സൈഡിൽ ഇരുത്തിയിട്ട് പറഞ്ഞ്, മോനെ പപ്പായ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, ഇവള് അത് എൻ്റെ വൈഫ്, പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ വൈഫ് മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാണ്, പുറത്തെ ഒരാളാണ്, നമുക്കിതിനകത്ത് തീർക്കാമെന്നുള്ളതിൽ നമ്മുടെ ആശ്രമത്തിനെയും നമ്മുടെ മൊത്തം എല്ലാത്തിനെയും ഇത് പ്രശ്നമാവും, ഒരുപാട് ആൾക്കാരെ ഇത് ശ്രദ്ധിക്കപ്പെടും, കാരണം ആശ്രമം അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നീ ഇത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം, പപ്പായ്ക്ക് ഒരു അബദ്ധം പറ്റി, നിനക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ കട്ടിലും ചാടി എണീറ്റു. ഞാൻ പറയും ഇതിന് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കിട്ടാനില്ല, കാരണം എൻ്റെ ഡൗട്ട് എല്ലാം ക്ലിയറായി. ചെയ്തു എന്ന് പറയുന്നത് ചെയ്ത ആളോട് തലവനിച്ച് തൊട്ടപ്പുറത്തിരിക്കുന്നു. ഞാൻ നേരെ ഇവിടെ വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ ചെന്ന് FIR ഇടുകയും അവിടെ അവർ അന്വേഷണം നടത്തി. അപ്പോൾ എന്നോട് CA ഇല്ലയെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ അവർ വന്നു. ഇദ്ദേഹത്തെ ഞാൻ ചെന്ന് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു, അവർ ആക്ഷൻ എടുക്കാത്തത്. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ ശക്തികൾ അവിടുത്തെ തന്നെ ഉണ്ട്. ഈ ആശ്രമം ഇവരൊക്കെ അവിടുത്തെ വലിയ ബിഗ് ഷോട്ട്സാണ്, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു കേസ് എടുക്കുന്നു. ഞാൻ റിട്ടേൺ കംപ്ലയിൻറ്റ് തരുമെന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ് ഇദ്ദേഹം നേരെ സ്റ്റേഷനിലേക്ക് വന്നു. അദ്ദേഹത്തിന് ആരെ ഇൻഫോം ചെയ്തു, നേരെ സ്റ്റേഷനിൽ ചെന്നു. അത് പറഞ്ഞു അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങളോട് ഈവനിങ് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. 1 മന്ത് കഴിഞ്ഞ് അദ്ദേഹം റിമാൻഡിൽ ഇത് കഴിഞ്ഞ് ബെയിൽ കിട്ടി വന്നു.